സജിന ദിയാസന ഇഷ്യൂ. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സജിന ഫിറോസിനെതിരെ ഒരു വീഡിയോ ചെയ്യുന്നതിനിടയിൽ അതിൽ ദിയാസനയും കൂട്ടുകാരും റൂമിൽ വന്ന് MDMA ഉപയോഗിച്ചു എന്നൊക്കെ ഒരു പരാമർശം നടത്തി. ഇതിനെതിരെ ഒത്തിരി ആളുകൾ, ദിയാസനയൊന്നും പിന്നെ ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ദിയാസനയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദിയാസനയ്ക്ക് ഒരു രക്ഷയില്ല. ദിയാസന ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സജിന എന്ന് പറഞ്ഞ സ്ത്രീ തല പിടിച്ച് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിക്കൂടെ MDMA ചാടി വരുന്ന പറഞ്ഞു. അതായത് ഈ സജിന എന്ന് പറഞ്ഞത് സ്ത്രീ MDMA ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അത് ഉപയോഗിക്കുന്നു എന്നല്ല പറഞ്ഞേ, അഡിക്റ്റാന്ന് പറഞ്ഞേ. ഇവർക്ക് ഇങ്ങനെ ശത്രുത വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ സജിനയും ദിയാസനയൊക്കെ ഒരു നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിൽ ശത്രുത വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സജിന നമ്മുടെ റസൂൽ പൂക്കുട്ടിയില്ലേ, റസൂൽ പൂക്കുട്ടിയായിട്ട് വിളിക്കുന്ന കോൾ റെക്കോർഡിങ്സൊക്കെ എന്ത് ചെയ്തു, ഈ ദിയാസനയ്ക്കൊക്കെ ഫോർവേഡ് ചെയ്തിട്ടു. എന്ത് മണ്ടത്തരാന്ന് ഓർക്കണേ. അതായത് സജിനയുടെ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് അതെല്ലാവർക്കും അറിയാം. അത് സുഹൃത്തുക്കൾക്കൊക്കെ ആയിട്ട് അവർ സംസാരിക്കുന്ന ഓഡിയോ ഫോർവേഡ് ചെയ്തിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ദിയാസനയാണ് നമ്മുടെ ഫിറോസ് ഖാന് ഈ ഓഡിയോ കൊടുത്തത്. ഏതോഡിയോ? ഈ സജിന റസൂൽ പൂക്കുറ്റിയെ വിളിച്ച ഒരു ഓഡിയോ ഉണ്ട്. അത് കേട്ടിട്ടുണ്ടാവും. അത് എൻ്റെ പൊന്നോ, ആ ഓഡിയോ ഫിറോസ് ഖാന് കൊടുത്തത് ദിയാസനയാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ പോയി. അപ്പം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും MDMA ആരോപണമാണ്. സജിന MDMA ഉപയോഗിക്കുന്ന ദിയാസന പറയുന്നു, ദിയാസന MDMA ഉപയോഗിക്കുന്ന സജിന പറയുന്നു. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ഇവർ രണ്ടുപേരും MDMA ഉപയോഗിക്കുമോ? അതോ രണ്ടുപേരും ഉപയോഗിക്കില്ലേ? ഇതെന്താണെന്നറിയാമോ? നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ടായിരിക്കും. സുഹൃത്ത് ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും അതൊരു ശരിയായ പരിപാടിയല്ല. സുഹൃത്തുക്കളായിരുന്ന ആളുകൾ പിരിയുവാണെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ അവർ എന്തു ചെയ്യണം? രഹസ്യങ്ങൾ അവർ രഹസ്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. എന്തൊക്കെയാണെങ്കിലും കൊള്ളാം. എനിക്കറിയില്ല കേട്ടോ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. ഇപ്പോൾ സജിന MDMA ഉപയോഗിക്കുന്നുണ്ടെന്ന് ദിയാസന പറയുന്നു, ദിയാസന ഉപയോഗിക്കുന്നുണ്ടെന്ന് സജിന പറയുന്നു. എന്തായാലും ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാസ്തവങ്ങളുണ്ടായിരിക്കാം. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഇവർ പറയുന്ന കാര്യങ്ങളല്ലേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കൊള്ളാം. പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ പോലീസിന് സ്വയം കേസെടുക്കാൻ പറ്റില്ലേ? കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് വീഡിയോ ആണ്. ഇപ്പോൾ 2 പേർക്കെതിരെ, ഇപ്പോൾ സജിന പറയുന്നത് ദിയാസന MDMA യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു.
ഇങ്ങനെയൊക്കെ പറയുന്നു. ദിയാസന പറയുന്നു സജിനയ്ക്ക് ഇതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിലൊക്കെ വിളിച്ചു വരുത്തി ഒരു കേസെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പം ഈ MDMA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു രാസലഹരി അല്ലേ? അപ്പം അതൊക്കെ കുറച്ച് കൈവശം വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്, വലിയ കേസാണ്. വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്ന ഓരോരുത്തർ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലീസിന് സ്വയമേ കേസെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പരാതിപ്പെടണമെന്നാണ് പറയുകയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ എന്താണ് എന്ന് അറിയണമല്ലോ. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഓക്കെ.